നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്ഫോട്ടൊക്കെ വേൾഡ് ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ടൈറ്റിലും തമ്മിലും കണ്ടിട്ടുണ്ടാവും. അഗാരോടൊരു ഹ്യൂമിഡിഫയറാണ് കേട്ടോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് റിവ്യൂസും എങ്ങനെയുണ്ട് യൂസ് ചെയ്ത എക്സ്പീരിയൻസ്, ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റ് കാര്യങ്ങൾ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടാങ്ക് കപ്പാസിറ്റി 1.7 ലിറ്റർ, പിന്നെ അഡ്ജസ്റ്റബിൾ നോബ്, അത് പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ് അധികം ലാഗ് അടിപ്പിക്കണില്ല, നമുക്ക് നേരെ ഹ്യൂമിഡിഫയർ അൺബോക്സ് ചെയ്യാം. ഇപ്പം മച്ചാമാരെ ഇപ്പം നമ്മൾ ഹ്യൂമിഡിഫയർ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കാനില്ല കേട്ടോ, അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇതേപോലെ ഒരു അത്യാവശ്യം ഒരു ഹൈറ്റോട് കൂടി തന്നെയാണ് ഹ്യൂമിഡിഫയർ ഉള്ളത്. ഹ്യൂമിഡിഫയർ മേടിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലത് നല്ലത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു 4 മേടിച്ചിട്ടുണ്ടായി, 4 അങ്ങോട്ട് ഓക്കെ ആയില്ല. പിന്നെ മേടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അഗാരോടെ ഹ്യൂമിഡിഫയറാണ്. ഹ്യൂമിഡിഫയർ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഓഫീസുകളില്ലേ, ഇപ്പോൾ ഈ ഫുൾ ടൈം എ സി ഒക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ ഹ്യൂമിഡിഫയർ എന്തായാലും ഇപ്പോൾ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. മറ്റേ ഈർപ്പത്തിൻ്റെ അംശം റൂമിൽ നിന്നില്ലെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും. പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ് എപ്പോഴും എ സി ഇടുമ്പോൾ. റൂമുകൾക്ക് അധികം വല്ലപ്പോഴൊക്കെ എ സി ഇടണമെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും എ സി ഇടണമെങ്കിൽ ഈ ഒരു സാധനം മസ്റ്റായിട്ട് വേണം കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ടാങ്ക് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ 1.7 ലിറ്ററാണ്. ഇതിൻ്റെ ടാങ്ക് വരേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ്. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ക്യാപ്പ്. നമുക്കിത് കഴിഞ്ഞത് ഇവിടെ കണ്ട വെള്ളം നിറക്കാനൊരു സ്ഥലമുണ്ട്. നമുക്കപ്പോൾ വെള്ളം നിറച്ചിട്ട് വരാം. വെള്ളം നിറക്കണതിന് മുന്നേ ഇവിടെ ഈ ഒരു ലെവലുണ്ട്, ഈ ലെവലിട്ട് പോകാൻ പാടില്ല കേട്ടോ. ഇവിടെ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണില്ല, കണ്ട് ഇതിവിടെ ഈ ലെവലുണ്ട്, ഈ ലെവലിലോട്ട് പോകാൻ പാടില്ല. നമുക്ക് കറക്റ്റ് നിറച്ചിട്ട് വരാം. അപ്പോൾ മച്ചാമാർ ഏകദേശം നമുക്കത് കാണിച്ചു തരാം. കറക്റ്റ് നിറച്ചിട്ടുണ്ട് കേട്ടോ, ലെവലുണ്ടോ, കറക്റ്റ് നിറച്ചിട്ടുണ്ട്. ഏകദേശം അത്രയും കറക്റ്റാക്കി, ഫുള്ള് നിറച്ചിട്ടില്ല. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി എ സി ഉള്ള റൂമിൽ കാണുന്നത്, എ സി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പക്ഷെ നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ, ടൈറ്റ് ആക്കണം. ഓക്കെ, ഇനി നമുക്ക് സർക്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാം. പവർ കൊടുക്കാൻ പറ്റും. അവിടെ എക്സ്റ്റൻഷൻ ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എ സി ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം തണുവാൻ. എ സിയിലല്ലേ നമുക്ക് റിവ്യൂ ഒക്കെ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു സാധനം ഉണ്ട്, ഇത് വേഗം വെക്കണം, അല്ലെങ്കിൽ ഇത് ഞാൻ കാണിച്ചു തരാം. വെള്ളം ഇതേക്കണ്ട, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ പ്രശ്നമാണ്, അതൊരു മെയിൻ പ്രശ്നമാണ്. വെള്ളം ഇങ്ങനെ പോകും. നമുക്ക് വേഗം ഒന്ന് വെക്കാം. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ലോക്ക് ഒന്ന് കറക്റ്റ് ഒന്ന് വെക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് സർക്യൂട്ടിനായിട്ട് ഇതേപോലത്തെ ഒരു പ്ലഗ് വരുന്നുണ്ട്, ഇത് നമുക്കൊന്ന് വെക്കാം. നമ്മൾ ബോർഡുമ്പോൾ കുത്തുന്നുണ്ട് കേട്ടോ, കണക്ട് ചെയ്യട്ടെ. ഓക്കെ, സർക്യൂട്ട് ഓണാക്കി. ഇതും വേണം, നോബും വേണം. ജസ്റ്റ് നിങ്ങൾക്ക് ഫ്ലാഷ് അടിച്ച് ഓണാക്കിയാലേ കാണാൻ പറ്റുള്ളൂ, അതാണ് ഫ്ലാഷ് ഇട്ടേക്കണേ. ഓക്കെ, ഇവിടെ ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഓക്കെ, ഒരു രക്ഷയില്ലാണ്ട് അടിപൊളിയായിട്ട് എ സി ഇട്ടുകൊണ്ടിട്ട് എങ്ങനെയാണ്. ഇതിപ്പോൾ കൈ വെച്ച് കാണിച്ചു തരാം. കണ്ടാ, അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്. വേറൊരു മെയിൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പെർഫ്യൂംസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ഓയിലി കണ്ടിട്ടുള്ള പെർഫ്യൂംസൊക്കെ ഇല്ലേ, അങ്ങനത്തെ യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാത്ത പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ വെച്ചാൽ ടെസ്റ്റ് ചെയ്യാനിപ്പോൾ നമ്മൾ എ സി ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഹ്യൂമിഡിഫയർ ഒരു രക്ഷയില്ലാണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ലാതെ കണ്ടോ, ഇങ്ങനെ ഒന്നുകൊണ്ടിരിക്കുക. നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ ക്യാമറ. ഓക്കെ, നമുക്കിവിടെ അതേ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോബ് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, കണ്ടോ കുറേ കണ്ടോ, ഇച്ചിരിയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കുറച്ചൊക്കെ മതിയെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പോൾ സ്പീഡ് കൂടുമ്പോൾ നോക്കിക്കോ,
മാറ്റം നോക്കും. ഇപ്പോൾ മാക്സിമം ഇട്ട് ഇതിൻ്റെ പ്രൈസ് എന്തായാലും 2-ന് താഴെയാണ്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കൊടുക്കുക, പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ എസ്ഫോട്ടൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെ നല്ല പുതുത്തൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.